നമസ്കാരം. നമസ്കാരം. നമ്മൾ മലയാളി വോയിസിലേക്ക് സ്വാഗതം. അങ്ങയുടെ ജീവിത സാഹചര്യങ്ങളും അങ്ങനെ കാര്യങ്ങളും സിനിമയോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് അതിനെക്കുറിച്ച് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചാനലിന്റെ നാടക മേഖലയിൽ നിന്നും ഒക്കെയല്ലേ അങ്ങയുടെ വളർച്ചയും? നാടകം മാത്രമല്ല, നമ്മള് ബാല ട്രൂപ്പിയും അതുപോലെ തന്നെ മിമിക്രി, കഥാപ്രസംഗം, അങ്ങനെ ഒരു നീണ്ട ഒരു സംഭവം തന്നെയാണ്. സമിതി എന്ന് വെച്ചാല് നമ്മള് പഠനകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞു ഗാനോൾ ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഈ അമേച്ചർ ഗാനോൾ ട്രൂപ്പ് ഉണ്ടായിരുന്നു. സംഭവം സംഗീത വോയിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുറെ സുഹൃത്തുക്കളൊക്കെ കൂടി ചെയ്തൊരു സംഭവമാണ്. കൂടെ പഠിച്ചവരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ ഞങ്ങൾ കൂടി ചെയ്തൊരു പ്രവൃത്തിയാണ് സംഭവം. ആ കൂട്ടായ്മ ഇപ്പോഴും ഉണ്ട്. അത് ഇപ്പോഴും കളഞ്ഞിട്ടില്ല. അതില് ഒരു മെയിൻ ഗായകനായ ജോഷി കഴിഞ്ഞ വർഷം മരിക്കേണ്ട സംഭവം. അതുപോലെ തബലിസ്ഥാൻ പുറസ്സനാണെങ്കിലും പാട്ടൻ്റെ മേശാണെങ്കിലും ഓടക്കുള്ളേക്കണ ജോയി ആണെങ്കിലും ഞങ്ങളുടെ പ്രകാശേട്ടനാണെങ്കിലും ഞങ്ങളുടെ ഗ്യാങ് ഇപ്പോഴും ഉണ്ട്. എല്ലാവരോട്ടുള്ള മീറ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട് സംഭവം. അത് ഇതിന്റെയൊക്കെ ഒരു വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരിക്കും. പിന്നെ അത് ഞാൻ എപ്പോഴും വിളിക്കുക അല്ലെങ്കിൽ ചെന്ന് കാണും. നമ്മൾ ഇപ്പം ഈ നിൽക്കുന്ന ഒരു പൊസിഷനിലെത്താൻ കാരണക്കാരെ അവർ തന്നെയൊക്കെയാണ് ശരിക്കും. അവരെ ചവിട്ടിയാണ് നമ്മൾ കയറുന്നത്. അപ്പം നമ്മളുടെ നാട്ടിൽ ചെന്നാലും ഞാൻ ആരെ കണ്ടാലും അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരെ എവിടെ വെച്ചുകൊണ്ടാലും ഞാൻ ചെന്ന് സംസാരിക്കും. സാറിന് ഇപ്പൊ എഴുത്ത് ഉണ്ടല്ലേ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാവരുമായിട്ട് എഴുത്തുകൾ വെച്ചാൽ നമ്മള് ശരിക്കും പറഞ്ഞ ഒരു എഴുത്തുകാരല്ലല്ലോ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും പോലും നോട്ട് ബുക്ക് എഴുതാത്ത ആളാണ്. അത് നമ്മളെ എഴുത്തുകാരനായി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള സംഭവം. അതായത് ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ കഥാപ്രസംഗം വലിയ സംഭവമായിരുന്നു. അപ്പോൾ ഞാൻ ബാല ട്രൂപ്പിലാണ് ചെറിയ കുട്ടി ഡാൻസ് കളിക്കാൻ വേണ്ടി ഞാൻ PN ശശി എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തിന് ദുർഗ നൃത്തകലാലയത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ബാല കളിക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ടല്ലോ, എല്ലാവരും പേരുമ്പോൾ നമ്മളെയൊന്നും ഒരാളെ അറിയില്ല. അങ്ങനെ ഞാൻ പലരോടും ചോദിച്ചപ്പോൾ പറഞ്ഞാ ഇപ്പം കഥാപ്രസംഗം വലിയ സംഭവമല്ലേ. അന്ന് സാംബശിവൻ സാറ്, അതുപോലെ തന്നെ കലാമംഗലം സാന്ത മാഷു, ചേത്ത ബാലൻ സാറ്, മധുരം ഉണ്ണികൃഷ്ണൻ, അങ്ങനെ കണക്കില്ലാത്ത കാതിയന്മാരുടെ സമയത്താണ് നമ്മളുടെ വരവ്. അപ്പം ഞാൻ എല്ലാ പരിപാടിയും പോകും, കാണുന്ന എല്ലാ അമ്പലങ്ങളിലും പോകും. സൈക്കിൾ വാടക എടുത്ത് ഞാനൊരു കൂട്ടുകാരുടെ അഭയം എന്നുണ്ട് അങ്ങനെ രണ്ടോട് കൂടിയിട്ട് എപ്പോഴും പോകും. അപ്പോൾ എല്ലാവരും കഥാപ്രസംഗം നമുക്ക് നല്ലൊരു സംഭവമാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ആലോചിച്ചാലെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തു. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രണയം ഉണ്ടായിരുന്നു ഒരു പാർട്ടിക്ക്. ആ പ്രണയം കണ്ടിട്ട് അവർക്ക് വേണ്ടി ഒരു പാരഡി പാട്ട് എഴുതി അത് തുടക്കം അങ്ങനെ തുടങ്ങിയാണ് ഞാൻ കൊയ്ത്തുപാടുന്നുകൊണ്ട് കഥാപ്രസംഗം എഴുതുകയും അത് ഒത്തിരി വേദികളിൽ കളിച്ചു. അത് ഞങ്ങളുടെ ഒരു SNAP അവരൊരു കൃഷ്ണപിള്ള ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, പ്രായമുള്ളതാണ് അവർ. അവരെ കമ്മിറ്റി ആയിരുന്നു അവരുടെ ഓണത്തിന്. അപ്പോൾ ആ ഓണത്തിന് എനിക്കൊരു കഥാപ്രസംഗം തരാമെന്ന് ഇവർ പറയാൻ തന്നു. അതെനിക്ക് അങ്ങോട്ട് ഗുണം ചെയ്തു ഭയങ്കരമായിട്ട്. അതൊത്തിരി വേദികളിലേക്ക് എനിക്ക് പോകാൻ പറ്റി. കഥാപ്രസംഗം 2 വർഷം ഞാൻ പ്രൊഫഷണലായിട്ട് പറഞ്ഞു. പിന്നെ അങ്ങനെ നാടൻപാട്ട് അതിൻ്റെ ഭാഗമല്ല. നാടൻപാട്ട് എന്ന് വെച്ചാൽ അത് വലിയ കഥ. അതായത് അതിനുശേഷം പിന്നെ ബാല ട്രൂപ്പ് റെഗുലറായിട്ട് പോയി. പള്ളുരുത്തി കവിതാ നൃത്താലയത്തിൽ കളിക്കാൻ പോയി. സോമനാഥിൻ്റെ സാറിൻ്റെ ട്രൂപ്പിൽ കളിച്ചു. അങ്ങനെ ഞാൻ പോലത്തെ ട്രൂപ്പുകളൊന്നും കുറവാണ്. എല്ലാവരിലൊക്കെ കൊണ്ടുപോകും. അങ്ങനെ ശരിക്കും യഥാർത്ഥ സ്വഭാവമുള്ള വേഷമൊന്നും കളിച്ചുകൊണ്ടില്ല. നാരന് ശരിക്കും യഥാർത്ഥ സ്വഭാവമുള്ള വേഷമായിരുന്നു അത് ചെയ്ത്. അങ്ങനെ കുറേ വേദികൾ കളിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറേ ബന്ധങ്ങൾ ഉണ്ടാക്കിയതാണ്. അതിലൊരാൾ റോസറി ബാബു എന്ന് പറഞ്ഞിട്ടൊരു ബാബുച്ചേട്ടനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ജോലി ചെയ്യും. അവിടെ നിന്നാണ് ഞാൻ ഈ ഷോർട്ട് ഫിലിം രംഗത്തേക്ക് ആദ്യമായിട്ട്, അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ മാധ്യമത്തിലേക്ക് ആദ്യം റോയ് മണപ്പള്ളി എന്ന് പറഞ്ഞ ആളെന്നെ കൊണ്ടുവരികയും അദ്ദേഹത്തിൻ്റെ അല്ല മുമ്പ് നമുക്ക് ഒത്തിരി ഈ നമ്മൾ ചോദിച്ചതിലേക്ക് തിരിച്ചു വരാം. നാടൻപാട്ട് ആ സമയത്ത് ഇല്ല എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നാടൻപാട്ടുണ്ട്. അന്ന് തൈലും കുട്ടപ്പഞ്ചേൻ്റെ പാട്ടുകളൊക്കെ നമ്മൾ റേഡിയോയിലൂടെ കേൾക്കുന്നുണ്ട്, കാസറ്റ് ഇറങ്ങുന്നുണ്ട്, ഒത്തിരി പരിപാടികൾ അന്നുണ്ട്. പക്ഷെ ആരും അങ്ങനെ വേദികളിൽ അധികം പാടുന്നില്ല. സമകാലിൽ നിന്ന് പറഞ്ഞിട്ട് ട്രൂപ്പ് തൃപ്പൂണിത്തുറ പാടുണ്ടായിരുന്നു, അവർ പാടുന്നുണ്ട് ചെറിയ പരിപാടികളൊക്കെ. പിന്നീട് കുറേ നാൾ കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം കരുതലക്കൂട്ടം എന്ന് പറഞ്ഞ ടീമിൻ്റെ പാട്ടുകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ നാടൻപാട്ടിൻ്റെ സമിതികളുടെയൊക്കെ തുടക്കകാലത്തൊക്കെ നമ്മളുണ്ടെങ്കിൽ പോലും നമ്മൾ പാടുന്നില്ല, നമ്മൾ ആസ്വാദകം മാത്രമാണ് സംഭവം. വേദിയിൽ പോലും കഥാപ്രസംഗം പറയുമ്പോൾ ഞാനല്ല പാടുന്നത്, ജോഷിയാണ് പാടുന്നത്. ആ ജോഷി പാടും, ഞാൻ നോക്കിയിരിക്കുന്നതല്ലാതെ ഞാൻ പാടി തെറ്റിപ്പോയി സംഭവം. എനിക്ക് അങ്ങനെ വലിയ പാട്ട് പിച്ചൊന്നും അറിയില്ല. അനുസരിച്ച് കഥ പറയുന്നു നമ്മൾ. ആ കാലത്തിന് ശേഷം പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം പാട്ട് പാടുന്നത് നമ്മൾ. പിന്നെ സിനിമ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി വരികയും അതിൻ്റെ ഇടയ്ക്ക് കൊച്ചിൻ നാടകത്തിൽ നാടകം കളിച്ചു. കോലൻ എന്ന് പറഞ്ഞ എക്കാലത്തെ നാടകം കേട്ടിട്ടുണ്ടോ? ഇല്ല, അത് കൊച്ചിൻ നാടകം എന്ന് പറയും. അതായത് കൊച്ചിയിൽ ഹൈക്കോടതിൻ്റെ അടുത്ത് തന്നെയാണ് സംഭവം. അതായത് പോർക്കോട് എന്ന സ്ഥലത്ത് അറിയപ്പെടുന്നത്. അവിടെയാണ് ആ ട്രൂപ്പിൻ്റെ ഹരിശേഷനൊക്കെ അതിൽ കളിച്ചിട്ടുണ്ട്. ഹരിശേഷൻ മച്ചാമറീസൊക്കെ അതിൽ കളിച്ചിരുന്നത്.
അതിൽ ഞാൻ നാടകം 2 വർഷം കളിച്ചാണ് സംഭവം. ബെനിച്ചേട്ടനായിരുന്നു നാടകത്ത്, കുഞ്ഞുചേട്ടൻ അവരെ കൂടെ അന്ന് നടത്തിയിരുന്നത്. പക്ഷേ ഈ നാടക എക്സ്പീരിയൻസും ബാല എക്സ്പീരിയൻസും ഡാൻസ് എക്സ്പീരിയൻസും കഥാപ്രസംഗവും മിമിക്രിയും, അന്ന് മിമിക്രിയൊക്കെ കളിക്കുന്നുണ്ട് നമ്മൾ, മത്സരം പല ട്രൂപ്പിലും കളിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല നമുക്ക് സിനിമയ്ക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. സിനിമയിൽ വരുന്നത് നമ്മൾ വേറൊരു മേഖലയുമായിട്ടാണ്. ഇതൊന്നും അല്ലാത്തൊരു മേഖലയിലാണ് ഞാൻ വരുന്നത്. കാരണം മേക്കപ്പ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഒരു ബന്ധമില്ലാത്തൊരു വിഷയത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടത്. അവിടെയൊക്കെ അഭിനയവും മിമിക്രിയാണ് മിമിക്രി. അതെ, എത്തിപ്പെടാനുള്ള ഒരു മേഖല. അതെ അതെ, അതിലേക്ക് എത്തിപ്പെട്ടു നമ്മളെ സംഭവം. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അഭിനയിക്കാനുള്ള ഒരു മോഹമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഈ അഭിനയമോഹികളാണല്ലോ പൊതുവെ എല്ലാവരും. അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു മാർഗം കണ്ടു എത്തിയതാണ് ശരിക്കും പറഞ്ഞാൽ ഈ മേക്കപ്പ് എന്നുള്ളൊരു മേഖല. അതിലൂടെ നമ്മളെത്തി. അതിന് കാരണക്കാരനായത് റോസറി ബാബു എന്ന് പറയുന്ന ഒരു നൃത്താധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബ്യൂട്ടി പാർലറിൽ പോവുകയും അവിടുത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും, അവർക്ക് ട്രൂപ്പ് ഉണ്ടായിരുന്നു, അതിൽ മിമിക്രിയും അവരുടെ ഡാൻസും ഒക്കെ ആയിട്ട് കളിച്ച് നടക്കുന്ന സമയത്താണ് റോയ് മണപ്പള്ളി ശ്രാവണം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നു. അന്ന് ടെലിഫിലിം എന്ന് അറിയപ്പെടുന്നത്, ടെലിഫിലിം ചെയ്യുന്നു. അതിന് കൊറിയോഗ്രാഫി ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ വിളിക്കാൻ വന്നതാണ് ഇവരെല്ലാവരും കൂടി. അങ്ങനെയാണ് അതിൽ മേക്കപ്പായിട്ട് ഞാൻ വരുന്നത്. പിന്നെ ആ ഒരു കൈ പിടിച്ച് അവരെന്നെ കൊണ്ടുപോയിട്ട് പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചെയ്തു. അത് അയ്യോ, ആ കഥ പറയുന്നത് നിങ്ങൾക്ക് 5 എപ്പിസോഡും ചെയ്യാൻ പറ്റും ആ കഥ പറയാം. കാരണം മേക്കപ്പിന്റെ ABC അറിയുന്ന സമയത്താണ് ഞാൻ മേക്കപ്പ് ചെയ്യാൻ വരുന്നത്. അപ്പൊ മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പണിയാണ്. അത് അന്നറിയില്ല. അന്ന് നമുക്ക് എങ്ങനെയും എൻട്രി കിട്ടുക എന്നുള്ളതാണല്ലോ. കിട്ടിയ മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണ് നമ്മളന്ന് വർക്ക് ചെയ്യുന്നത്. ശരിക്കും അന്നത്തെ അയ്യോ അന്നത്തെ പോലെ അന്ന് അവൈലബിലിറ്റി കുറവാണല്ലോ, വർക്കിന് മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി കുറവാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ആ ഇൻഡസ്ട്രി പിടിച്ചു എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് ഇവിടം വരെയൊക്കെ എത്താൻ പറ്റും, ഒത്തിരി സംഭവം ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ചെയ്യുന്ന മേക്കപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ SFX സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു മേക്കപ്പ്, നമ്മൾ സ്പെഷ്യൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് എക്സ്പീരിയൻസിലൂടെ ഉണ്ടായതാണ്. ശരി, ഷോർട്ട് ഫിലിമിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, ഷോർട്ട് ഫിലിമിൽ നമ്മൾ പിന്നെ കുറെ വർക്കുകൾ ചെയ്തത് നിങ്ങളുടെ നാട്ടിൽ അഞ്ചൽപ്പെട്ടി. അതിനുശേഷം 4-5 വർക്ക് കഴിഞ്ഞ് 6-7 വർക്ക് കഴിഞ്ഞപ്പോഴാണ് അൻവർ കളമശ്ശേരി എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഒരു വർക്കായിട്ട് ബന്ധപ്പെട്ട് അഞ്ചൽപ്പെട്ടി ഓണക്കൂർ ഞാനൊരു വർക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. ഒരു 4-5 ദിവസം ഉണ്ടായിരുന്നു സംഭവം. അവിടെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അതാണ് എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ അത്ര അറിയാവുന്ന സംഭവം. പിന്നെ ആ മനോഹരമായ ഒരു സ്ഥലത്ത് ഞങ്ങൾ വന്ന് വർക്ക് ചെയ്യും. അതിനുശേഷം പിന്നെ ഇങ്ങനെ പലരായിട്ട് കണക്ട് ചെയ്ത്, അപ്പം ഇങ്ങനെ കണക്ഷൻ വരുമ്പോൾ വിളിക്കുമല്ലോ അടുത്ത്. അങ്ങനെ പോയി ഒത്തിരി ഷോർട്ട് ഫിലിം ചെയ്ത സമയത്താണ് എനിക്ക് എന്നൊരു ബാബു എന്ന് പറഞ്ഞിട്ട് മേക്കിമാനുണ്ട്. കക്ഷിയായിരുന്നു, മരിച്ചായിരുന്നു, ആലപ്പുഴക്കാരനാണ് അദ്ദേഹം. അപൂർവ സഹോദരങ്ങളൊക്കെ ചെയ്ത മേക്കിമാനാണ്. അദ്ദേഹമായിട്ടൊരു 2 വർക്ക് ചെയ്യേണ്ട വന്നു എനിക്ക്. അങ്ങനെ വർക്ക് ചെയ്ത സമയത്ത് എന്നോട് ദിവസം പറഞ്ഞു, നീ ഒന്ന് ലിസ്റ്റ് എടുത്ത് വരണം, ലിസി ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് വരണം, അവിടെ ഒരാളെ കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഞാൻ ഒരു വർക്കിന് ഷൂട്ട് കഴിഞ്ഞിട്ട് അവിടെ എനിക്ക് അന്ന് റൂം തന്നവർ അതിൻ്റെ അടുത്താണ്. അവിടെ താമസിക്കുമ്പോഴാണ് രാവിലെ എന്നെ കാണാൻ വേണ്ടി ഒരാൾ വരുന്നു, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അത് പൊല്ലൂർ രവി എന്ന് പറഞ്ഞിട്ട് മേക്കന്മാനാണ്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം കുറച്ച് ഏജ് എങ്കിലും ഉണ്ട്, ഒത്തിരി വർക്കുകൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി വരുന്നു. അപ്പോൾ എന്നോട് സംസാരിക്കുന്നു. റൂമിൽ വന്നു പറഞ്ഞാൽ സന്തോഷം. നമുക്ക് ഭയങ്കര എന്താ വെച്ചാൽ ഇത്ര വലിയ ആൾക്കാരൊക്കെ നമ്മൾ കാണുന്നതല്ലേ, സന്തോഷമായിട്ട് അകത്ത് വന്ന് സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നിസാർ എന്ന് പറയുന്ന ഡയറക്ടറുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ പടം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജെയിംസ് ബോണ്ട് 007 എന്ന് പറഞ്ഞ ബൈജു കൊട്ടാരക്കര ചെയ്യുന്ന ജോസ് പുതുശ്ശേരി പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടമുണ്ട്, വില്യംസന്റെ ക്യാമറ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് പാച്ച് ഉണ്ട്, അതിൽ ചെയ്യണമെന്നുണ്ട്. ഞാനും ബാബുച്ചേനോട് കൂടിയിട്ടാണ് ആ വർക്ക് ചെയ്യുന്ന സംഭവം. അപ്പോൾ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് പടത്തിലേക്കുള്ള എൻട്രി അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ജെയിംസ് ബോണ്ട് 007 അത് ഭയങ്കര വർക്കായിരുന്നു, നല്ല രസമുള്ള വർക്കായിരുന്നു കേട്ടോ. അതിലെനിക്ക് ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റി. കുറേ ഇപ്പോൾ ഷോർട്ട് ഫിലിമിൽ നിന്നും ടെലിഫിലിമിൽ നിന്നും മാറിയിട്ട് ബിഗ് സ്ക്രീനിൻ്റെ കുറേ ടെക്നീഷ്യന്മാരെ പരിചയപ്പെട്ടു. അത്രയും വലിയ ക്യാമറ കാണാൻ പറ്റി. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റി. നല്ലൊരു കാലഘട്ടമായിരുന്നു. പിന്നെ അതെ അതെ അതെ, അന്നത്തെ ഒരു അത് അമ്പാടി ബാബുച്ചേട്ടൻ, പിന്നെ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ എനിക്ക് കിട്ടി. കാസിനോ, യൂനിസ്, അങ്ങനെ കുറേ ആൾക്കാരൊക്കെ എനിക്ക് അതിൽ നിന്ന് കിട്ടി. വിവാഹം എന്ന് വെച്ചാൽ ഞാൻ കെട്ടിയിരിക്കുന്നത് ട്രിവാൻഡ്രത്തുനിന്നാണ്. ഒരു മോനുണ്ട് 5 വയസ്സുള്ള. വൈഫ് KSRTC അക്കൗണ്ടന്റ് ആണ്. അങ്ങനെ അതുകൊണ്ട് ജീവിച്ചുകൊണ്ട് അഞ്ഞു പിടിച്ചുകൊണ്ട് ഞാനിപ്പോൾ താമസം ഇപ്പോൾ ട്രിവാൻഡ്രത്താണ്. കൊച്ചിയിലാണ് നമ്മുടെ വീട്, പക്ഷെ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. വൈഫിന് സ്ഥലം മാറ്റം കിട്ടി അങ്ങോട്ട് പോയില്ല നമ്മൾ. അപ്പോൾ അവിടെ പാപ്പനംകോട് ഇപ്പോഴാണ് അദ്ദേഹം. അപ്പോൾ അങ്ങോട്ട് പോയപ്പം അവിടെ താമസം. പിന്നെ അദ്ദേഹത്തിന്റെ വീട് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ പിന്നെ വലിയ വിഷയമില്ല. ഇപ്പോൾ 1 വർഷമായിട്ട് അവിടെ ഉണ്ട്. ഈ സിനിമയുടെ കൂടുതൽ ഇപ്പൊ കൊച്ചിയിലേക്ക് ഇങ്ങനെ കേന്ദ്രീകരിച്ചിരിക്കുന്നുണ്ട്. ഞാൻ സിനിമയുടെ സംഭവമായിട്ട് വരണ സമയത്ത് കൊച്ചിയിൽ സിനിമ ഇല്ലായിരുന്നു. സിനിമ ചെന്നൈയിലായിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെ സംഭവമുണ്ട്. അതിനുശേഷമാണ് ഇത് കൊച്ചിയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ. പിന്നെ കോഴിക്കോട് ഒരു കാലത്ത് സിനിമ ഉണ്ടായിരുന്നു. ഐശ്വര്യ സാറ്, ഹരിഹരൻ സാറ്,
അങ്ങനെ കുറെ ടീമിന്റെ ഒരു സിനിമ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് മാറി ട്രിവാൻഡ്രത്ത് കുറവായിരുന്നു ആ സമയത്തൊക്കെ. സമയത്തല്ലേ? ആ കൊച്ചിക്ക് പിന്നെ വരുന്നത് കൊച്ചിക്കാണ്, അടുത്ത വരെ കൊച്ചിയിലേക്കാണ്. അതിനുശേഷമാണ് ട്രിവാൻഡ്രത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ സീരിയലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. പടം നടക്കണമെന്നല്ല, ഇപ്പൊ വേദപുരി എന്ന് പറഞ്ഞിട്ട് പടം ചെയ്തായിരുന്നു അവിടെ, ജിറോർ സാറിന്റെ ഒരു സംഭവം. തോഷിബ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസ് ചെയ്ത ജിറോർ സാർ ചെയ്തൊരു പടം ഞാനിപ്പോ പോയി വർക്ക് ചെയ്ത SFX ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അത് ട്രിവാൻഡ്രത്ത് നടന്നു. പടം നടക്കുന്നുണ്ട് ഒത്തിരി. അപ്പൊ മേഖലകളിൽ ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ട് സംഭവം. അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മോൻ 5 വയസ്സായി. മോൻ ജനിച്ച സമയത്ത് ഇവനെ പാടി 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 നമ്മൾ ഉറക്കി ഞാൻ പാട്ടുകാരനായി. അങ്ങനെ ഞാൻ പാട്ടുകാരനായി. അതുവരെ ഞാൻ പാടിയിട്ടില്ല. ഞാൻ പാടും. ഈ കുട്ടികൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്, നമ്മൾ അഭിനയ കളരി മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്ന സമയത്ത് 4 വരെയൊക്കെ നമ്മൾ പാടുമായിരുന്നു. പക്ഷെ അത് ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പാട്ടുണ്ട്, അറിയുമോ? പാലോം പാലോം നല്ല നടപ്പാലം, അച്ഛന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിന്റെ തൂണേ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എൻ്റെ അമ്മ വിളിക്കേണൊരൊച്ച പോലെ. ഇത് ഞാൻ ചുമ്മാ പാടിയിട്ട് ഇതിലെ ഭാവങ്ങൾ വെച്ചിട്ട് അഭിനയിപ്പിക്കൂരെ. ഈ കൊച്ചു വിളിക്കുന്നതും കേൾക്കുന്നതും ഈ സംഭവം വെച്ചാൽ അഭിനയത്തിന് കൊടുക്കുന്നവ. അപ്പൊ ഓരോ ഭാഗങ്ങളും പിള്ളേരിങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ പാടി 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 എല്ലാം കൂടി ആയി ഞാൻ വേദിയിലെ പാട്ടുകാരനായി. ആ പാട്ടുകാരൻ മലേഷ്യ തായ്ലാൻഡിലൊക്കെ പോയി പാടേണ്ട ഒരു അവസ്ഥ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, സിനിമ ചെയ്തിട്ടായിരുന്നു നമ്മളൊരു ദിവസം കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നില്ല, അത് പ്രോഗ്രാം വന്നില്ല. പക്ഷെ ഈ ഒരു പാട്ട് പാടി കഴിഞ്ഞപ്പോൾ കുറേ പാട്ടുകൾ നമുക്ക് പാടാൻ പറ്റി. അങ്ങനെ കുറച്ച് വേദികൾ കിട്ടി. ഇപ്പൊ ഞാൻ ഒത്തിരി വേദികളിൽ പാടുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നു. എഴുത്തിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലേ ഡയറക്ഷൻ വന്ന കാര്യങ്ങളൊക്കെ? സത്യം പറഞ്ഞ ഡയറക്ഷൻ എനിക്ക് പേടിയായിരുന്നു. കാരണം ഇത്രയും പേപ്പർ പിടിച്ച ആൾക്കാരെ കാണുമ്പോൾ അന്നൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഡയറക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ക്യാപ്റ്റനാണ് ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം മൊത്തം ലീഡ് ചെയ്യുന്ന അദ്ദേഹമാണല്ലോ. അപ്പൊ അതിലേക്ക് എത്താൻ വലിയ പണിയായിരിക്കും. എങ്കിലും മേക്കപ്പ് തന്നെ പിടിച്ച് പോകാം എന്നുള്ള സംഭവമാണ്. അപ്പൊ നമ്മുടെ പല കൂട്ടുകാരും പറയും ചെറുപ്പത്തിലേ, ഞാൻ അത്യാവശ്യം ഒരാളുടെ വയറിങ്ങിനും ഉണ്ട്, അത് തന്നെ ആയിരിക്കും ചിലപ്പോൾ ജീവിതത്തിൽ സുഖമായിട്ട് പോകാൻ പറ്റുക. അപ്പൊ അത് തന്നെ ഫോളോ അപ്പ് ചെയ്യാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. നമ്മളതല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മളങ്ങനെ ഒരു സംഭവം മാറി. ഞാൻ ഡീസൽ മെക്കാനിക്കാണ്, അതൊന്നും അല്ല നമ്മൾ ചെയ്യുന്ന പറഞ്ഞു. ഞാൻ ഇലക്ട്രോണിക്സ് ആണ്, ഇലക്ട്രോണിക്സ് പഠിച്ചാൽ 3 വർഷം പഠിച്ചു. അപ്പൊ അതൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത് ഇവിടെ. നമ്മൾ സിനിമയുടെ വേറെ മേഖലയിൽ മേക്കപ്പ് എന്നൊരു സ്ഥലത്ത് വന്നു. ആ മേക്കപ്പിൽ മാത്രം തളച്ചിലല്ല ഇത്, അതിന്റെ എല്ലാ വെർഷൻസും നമ്മൾ ചെയ്ത് പോയപ്പോഴാണ് പല പാട്ടുകളും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പാട്ട് ചെയ്ത് ചെറിയ ആൽബങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രി തുടക്കം. അപ്പൊ ഡിറക്ഷൻ കുഴപ്പമില്ല, നല്ലൊരു മേഖലയിൽ തോന്നുന്നൊരു അവസ്ഥയിലേക്കാണ് നമുക്ക് മാറ്റി പിടിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ തമ്പി ഗണനാഥൻ സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്, AT അപ്പു സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. AT അപ്പു മറ്റേ ധോനിയൊക്കെ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. മോഹൻ സാർ പക്ഷേ ഇവിടെ പറയുമ്പോൾ ചെയ്ത മോഹൻ സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരാളുടെ കൂടെ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്, അത് വിനയ സാറിൻ്റെ കൂടെയാണ്. സാറിന് വിട്ട് പോയിട്ടില്ല, സാറിൻ്റെ കൂടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നു. സാറ് നമുക്ക് എല്ലാ സപ്പോർട്ടും തന്നിട്ടാണ് സാർ നിൽക്കുന്നത്. അങ്ങനെ ഇവരൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഇവര് ചെയ്യുന്ന വർക്കുകളുടെ അതെല്ലാം കണ്ട് അപ്പൊ പിന്നെ ഒരു വിനയ സാറിനോട് ചോദിച്ച്, ചെറിയ വർക്കുകളൊക്കെ നിനക്കും ചെയ്തുകൂടെ, ഡയറക്റ്റ് ആയിരിക്കുന്നതിനാണ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിൽ കൂടുതലായി മൺവിളക്ക് എന്ന് പറഞ്ഞ കുട്ടികളുടെ ഒരു പടം എഴുതിയിട്ട്, അപ്പൊ ഷോർട്ട് ഫിലിം ചെയ്യാന്ന് പറഞ്ഞാൽ അതും വരുന്നത് കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. വർക്ക്. അപ്പൊ അങ്ങനെ ചെയ്ത് സമയത്താണ് ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി വരുന്നത് മൺവിളക്കുന്നുണ്ട്. അതിനെ എഴുതി കഴിഞ്ഞപ്പോൾ ഒന്ന് ഡെവലപ്പ് ചെയ്യണമല്ലോ എനിക്ക് തോന്നിയപ്പം 1/2 മണിക്കൂർ എന്നുള്ളത് 3/4 മണിക്കൂറാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എഴുതി 2 മണിക്കൂർ സിനിമയായി സാധനം. അത് ഞാൻ കുഴപ്പമില്ല ഷൂട്ട് ചെയ്ത് അതിൻ്റെ റിവ്യൂ കഴിഞ്ഞു. ഇനി എൻ്റെ ഒരു എഡിറ്റിംഗ് കൂടെ കഴിഞ്ഞ് നമുക്ക് അത് റിലീസ് ചെയ്യാം. അതിൻ്റെ റിലീസിങ്ങിനോടൊപ്പം തന്നെ എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞിട്ട് പുതിയ പടം നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ നടൻ ശങ്കരേട്ടൻ മഞ്ഞിൽ പൂക്കൾ അദ്ദേഹത്തെ സെൻട്രൽ ക്യാരക്ടർ വെച്ചിട്ട് ഞാനൊരു സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞിട്ട്. അതിന്റെ പണിപ്പുരയിലാണ് നമ്മൾ. പാട്ട് എഴുതുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ പാട്ട് വെച്ചാലേ ഇതിലും വലിയ കോമഡി വെച്ചാല് പാട്ട് എഴുതാനല്ല, എല്ലാവരും പാട്ടും നമ്മൾ കേൾക്കും. ബിജു തിരുമല സാറിന്റെ പാട്ട്, കൈതപ്പ സാറിന്റെ പാട്ട്, വല്ലാണ്ട് പാട്ടുകൾ എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അത് കേട്ടാണല്ലോ നമ്മുടെ അറിയാം. ഒരു ദിവസം തുടങ്ങണ തന്നെ ഇവരെയൊക്കെ പാട്ടുകൾ കേട്ടുകൊണ്ടാണ്, സംഭവം ദാസന്റെ പാട്ട് കേട്ടുകൊണ്ടാണെങ്കിലും ഇവരൊക്കെ എഴുതിയ പാട്ടുകൾ ഒക്കെ കേട്ടാണ് നമ്മൾ വരുന്നത്. അപ്പം കുഞ്ഞിപ്പടന്റെ പേരിൽ നമുക്ക് തന്നെ എഴുതാന്ന് നമ്മുടെ കൂടെ നിന്ന് ഫിനാൻസ് കൺട്രോളറായ നമുക്ക് വേണ്ടി എല്ലാം ഹെൽപ്പ് ചെയ്ത പ്രശാന്ത് M. സേനൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സോളാറിന്റെ ബിസിനസ് ഒക്കെ ഉള്ള ആളാണ്. പക്ഷെ എങ്കിൽ നമ്മുടെ പടത്തിൽ അദ്ദേഹം സജീവമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ് സാറ് തന്നെ എഴുതുന്നേ, അല്ല സാറ് ഇതായിരിക്കും ഇപ്പോൾ ഒരാളെ കൊണ്ട് എഴുതിക്കണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ ഇദ്ദേഹം രാത്രി ഒരു 10 മണി തുടങ്ങി ഇങ്ങനെ വിളിക്കും, രാത്രി 12 മണിക്കൊക്കെ വിളിക്കും. അങ്ങനെ എഴുതിയാണ്. അത് നമ്മുടെ
ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറഞ്ഞ വിനീത് സാറിന്റെ പടത്തിൽ പാടിയ പ്രശാന്ത് പുതുക്കിരി ഉണ്ട്, പ്ലേ ബാക്ക് സിംഗർ. അദ്ദേഹമാണ് നമുക്ക് വേണ്ടി പാടിയത്. അദ്ദേഹത്തിന്റെ മകളാണ് വൈകാലക്ഷ്മി, ഫ്ലേവേഴ്സിൽ ടോപ്പ് സിംഗറിലുണ്ടായിരുന്ന കുട്ടിയാണത്. അപ്പൊ ആ കുട്ടിയാണത് നമുക്ക് വേണ്ടി. ഇവര് അച്ഛനും മോളും കൂടെയാണ് ഡ്യൂറ്റ് പാടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതങ്ങനെ പാടി. പിന്നെ 2 പാട്ട് ഞാൻ തന്നെ അതിൽ പാടിയിട്ടുണ്ട്. അന്ന് കള്ള് പാട്ടാണ് അതിൽ. അപ്പൊ പടത്തിലെ രണ്ടുപേരി ആ പടത്തിൽ 2 പാട്ട് അങ്ങ് എഴുതിയില്ല? 2 പാട്ടല്ല, പാട്ട് 4 എഴുതി. അതില് 3 പാട്ട് പടത്തിലുണ്ട്. ഒരു പാട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണമുള്ളത് പ്രാർത്ഥനയാണ്. അത് നമ്മൾ പണ്ട് പോലെയുള്ള ഒരു പ്രാർത്ഥന തന്നെ നമ്മൾ സ്കൂളിലേക്ക് വേണ്ടി ചെയ്താണ് സംഭവം. അത് രണ്ടും വെച്ചാൽ മഞ്ഞിലിളം കാറ്റിൽ കൈതപ്പൂ മണം വീശുന്നു, എന്തു പറയാനായി ഇന്നിവിടെ എന്തിനു വന്നു നീ, സന്ധ്യമയങ്ങാറായി വാനിൽ താരകം മിന്നാറായി, കൺമണി പെൺമണിയെ കൂരിൽ നിന്നെ ആരും തേടുകില്ലേ, എന്തിനു വന്നു നീ, എന്തിനു വന്നു നീ, ഈ അമ്പലമുറ്റത്തെ ആൽമരച്ചോട്ടിൽ എന്തിനു വന്നു നീ. കഥ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അഭിനയ രംഗത്തേക്ക് ഒക്കെ വന്നിട്ടുണ്ടോ അതിന്റെ ഭാഗമായിട്ട് തന്നെ? അതിൽ ഞാൻ അതിനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ മൺവിളക്കിൽ ഞാൻ നായകനായിട്ട് ചെയ്യുന്നൊരു പയ്യനുണ്ട്, ഒരു 12-13 വയസ്സുള്ള പയ്യൻ, ഡൊമിനിക് ബോബി എന്ന് പറഞ്ഞ പയ്യൻ, കിഴക്കമ്പലത്തുള്ള പയ്യനാണ് അഭിനയിച്ചത്. അതിനകത്ത് നല്ല പയ്യനാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ ക്യാമ്പ് കൊടുത്തിട്ടാണ് ചെയ്തത്. പിള്ളേർക്കെല്ലാം ക്യാമ്പ് കൊടുത്തിട്ടാണ് ചെയ്തത്. അതിന് അസീസിയ എന്ന് പറയുന്ന പാലക്കാടുള്ള ഒരു കൺവെൻഷൻ സെൻ്റർ ഉണ്ട്. അസീസിക്കൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തു. കാരണം വലിയൊരു ഓഡിറ്റോറിയം നമുക്ക് കൊണ്ട് ഹോളൊക്കെ വിട്ടു തന്ന സംഭവം. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്തത് ജോൺ പോൾ സാറായിരുന്നു. മരിച്ചു സംവിധാനം ജോൺ പോൾ സാറാണ് അതിനുവേണ്ടി ക്യാമ്പിലൊക്കെ വന്നതൊക്കെ സപ്പോർട്ട് ചെയ്തതൊക്കെ. അപ്പോൾ പക്ഷേ ആ ക്യാമ്പിലൊക്കെ വെച്ചാൽ പിള്ളേരൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ അതിലിങ്ങനെ ഇന്ദ്രൻസേട്ടനെ ക്യാരക്ടർ കൊടുക്കുക എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അപ്പോൾ രാജൻ പീതൻ്റെ മൂത്തവനുണ്ട്, മറ്റേ ജുബിൽ രാജൻ പീത്. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒരു സനീഷ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ പറഞ്ഞു, റോജ ഇൻഷുറൻസ് പറയുകയാണെങ്കിൽ ഒരു എമൗണ്ട് കൊടുത്ത് കൊണ്ടുവരണം. അതെ, ഇതാകുമ്പം കോച്ചും ചെയ്യണമെങ്കിൽ ഒരു വെള്ളോടി സംഭവമല്ലേ ഉള്ളു. അത് ചെയ്യാനൊരു പുതിയൊരു ക്യാരക്ടർ കിട്ടും. നമ്മൾ സെറ്റിലുണ്ടല്ലോ, നമുക്കിപ്പോൾ സഹകരിച്ച് ചെയ്യാനുള്ള സംഭവം. അങ്ങനെയാണ് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ. പക്ഷെ അത് ചെയ്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. മദ്യപാനായ ഒരു അപ്പൻ, അതുപോലെ ഈ സ്കൂളിൽ പഠിക്കുന്ന പയ്യനെ ഉപദ്രവിക്കുകയും, അവരുടെ ഭാര്യയായ അനു ജോസഫാണ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ. അനു ജോസഫ് സീരിയലിൽ സിനിമയിലൊക്കെയുള്ള അനു ജോസഫ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഭാര്യയെ അനാവശ്യമായിട്ട് മദ്യപിച്ച് മർദ്ദിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയതിനകത്ത് പടം വരുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന്. അപ്പോൾ അത്രയും വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്തു. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാണ് അത് റിലീസാകാൻ വൈകുന്നു. എന്തായാലും ഈ വർഷം എന്തായാലും അത് റിലീസാകും. അതിൻ്റെ പണിയിലാണ് എന്തായാലും. അപ്പോൾ അങ്ങനെ അഭിനയിച്ചു, നന്നായിട്ട് മുഴുവൻ അഭിനയിക്കാൻ പറ്റി. അല്ലാതെ വിനീത് സാറിൻ്റെ പടങ്ങളിലൊക്കെ ഞാൻ അഭിനയിക്കുന്നുണ്ട്. ചാലക്കുടിക്കാൻ ഞങ്ങൾ അഭിനയിച്ചു, 19 നൂറ്റാണ്ടിൽ അഭിനയിച്ചു, ആകാശങ്കറ്റൂരിൽ അഭിനയിച്ചു, യക്ഷിഞ്ഞാലിൽ ചെറിയ സംഭവം ചെയ്തു, അത് രഘുവൻ സുന്ദർ റസിയ എന്ന് പറഞ്ഞ പടത്തിൽ ചെയ്തു. ഇപ്പം അദ്ദേഹത്തിൻ്റെ മകൻ വിഷ്ണു വിനയ് ഡയറക്റ്റ് ചെയ്ത ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞിട്ട് പടം ഉണ്ടായിരുന്നു. ആ പടത്തിൽ ഞാൻ ഒരു അർജുനാശനായിട്ടുള്ള കോമ്പിനേഷൻ സീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടവരൊക്കെ എന്നെ വിളിച്ചിട്ട് രജിസ്ട്രിയൊക്കെ ചെയ്തു. അപ്പം പല്ലിനെ വിളിച്ചിട്ട് ചോദിക്കുകയൊക്കെ ചെയ്തു ആ ക്യാരക്ടറിനെ കുറിച്ചിട്ട്. അതിൽ കൂടി ചെയ്തിട്ടുണ്ട്. അഭിനയമല്ല, എല്ലാ ടെക്നിക്കൽ വർക്കും എല്ലാം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി വർക്ക് അഭിനയത്തിൽ കുറച്ച് പടങ്ങൾ എന്തായാലും ഉണ്ട് സംഭവം. മാക്സിമം നേരത്തെ ഇഷ്ടംപോലെ പടം ചെയ്തിട്ടുണ്ട്. പലർക്കും വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട് നമ്മൾ. അത് ഈ SFX സ്പെഷ്യൽ മാത്രം ചെയ്തു കൊടുക്കുന്ന സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഒത്തിരി വർക്കുകൾ ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾ പല രീതിയിലുള്ള ആളുകളാണല്ലോ. ഇപ്പൊ നമ്മള് എല്ലാവരും നല്ല അഭിപ്രായം വരും, ചിലവരുടെ മോശമായ രീതിയിലൊക്കെ വരില്ല. അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടും ഉണ്ടാകും. നമുക്ക് ഇപ്പൊ ഒരു നാളിന് 2 വശം എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും 2 വശം ഉണ്ടല്ലോ. അപ്പൊ അത് പറയും, അതുണ്ടാവും. പക്ഷെ അല്ലാത്ത അനുഭവങ്ങളുണ്ട്. ഇപ്പൊ നന്നായിട്ട് ചെയ്താലും നമ്മളെ മോശമായിട്ട് ഇതിലിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമുക്ക് വർക്ക് തരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ അറിയാലോ, പല പ്രമുഖരുള്ള സമയത്താണ് നമ്മളുടെയൊക്കെ എൻട്രി എന്ന് പറഞ്ഞാൽ സംഭവം. അപ്പോൾ ചില പടങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ പറഞ്ഞ ആൾക്കാരുണ്ട്. ചില വർക്കിൽ നിന്ന് പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്. ചില ആഡ് ഫിലിംസിലൊക്കെ നമുക്ക് അഡ്വാൻസ് തന്നിട്ട് നമ്മൾ തലേദിവസം വിളിച്ചിട്ട് അതെ റോജ വർക്ക് മാറിയിട്ടാ, അപ്പോൾ വേറെ സംഭവം ഡേറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കും. ഈ സമയത്താണ് സെറ്റിൽ നിന്ന് ആൾക്കാർ എന്നെ വിളിക്കണത്, പരിചയക്കാർ വരുമ്പം. പക്ഷെ കണ്ടില്ല, അപ്പോൾ വേറെ ആളാണല്ലോ മേക്കപ്പ് എന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ ആ വർക്ക് തുടങ്ങി നമ്മളറിയാം. അപ്പോൾ നമ്മൾ ഒഴിവാക്കിയതാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ആരൊക്കെ എന്നുള്ളത് നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ അത് കഴിഞ്ഞു. നമ്മിനെ ഒരാളെയും ഡിഗ്രേഡ് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ, അതൊന്നും അല്ല, അല്ലാത്ത അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. നല്ല അനുഭവങ്ങളുണ്ട്. നല്ല അനുഭവങ്ങൾ എന്ന് പറയാനായിട്ട് നല്ല അനുഭവങ്ങൾ എന്ന് പറയാൻ കാരണം ഞാൻ ഇന്ന് ഇൻഡസ്ട്രി ഉണ്ട്, അതാണ് നല്ല അനുഭവം എന്ന് പറയുന്നത്. മോശം അനുഭവം ഞാൻ എപ്പോഴേ പോയാൽ. പിന്നെ ഒരു ഗുണമുള്ള നമുക്ക് ഈ ലഹരിയില്ല, മദ്യപാനമില്ല, അതിന് അടിമപ്പെടാൻ നമുക്ക് പറ്റിയില്ല.